ഹലോ നമ്മൾ യൂണിറ്റ് 5 എത്തിയിരിക്കുകയാണ്. യൂണിറ്റ് 5 ആണ് ഹാർമണി. ഹാർമണി എന്ന വേർഡിന്റെ അർത്ഥം ഒരു മ്യൂച്വൽ കോ എക്സിസ്റ്റൻസ് എന്നാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള മൃഗങ്ങൾ ജീവിക്കുന്നു, പക്ഷികൾ ജീവിക്കുന്നു, കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്, മരങ്ങളും പുഴകളും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും ഒരു പ്രത്യേക ഒരു ബാലൻസോടെ അവരവരുടെ ജീവിതം പ്രശ്നങ്ങളില്ലാണ്ട് ജീവിക്കുന്നതിനാണ് ഹാർമണി എന്ന് പറയുന്നത്. ഇവിടെ ചാപ്റ്റർ 1 ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ. നമുക്ക് ആദ്യം ഈ പാട്ടൊന്ന് പാടി നോക്കാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ മീനിങ്ങിലേക്ക് നോക്കാം. ഓക്കെ. ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ, ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ് make the mighty ocean and the pleasant land. Little words of love, little acts of kindness, little deeds of warmth spread the smile and happiness. Okay, ഇനി നമുക്ക് ഇതിന്റെ മീനിങ് നോക്കാം. Little drops of water, little grains of sand make the mighty ocean and the pleasant land. ഇതിന്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ, ചെറിയ ഡ്രോപ്സ് ഓഫ് വാട്ടർ ചേർന്നാണ് വലിയ മൈറ്റി പവർഫുൾ ആയിട്ടുള്ള ഓഷ്യൻ ഉണ്ടാകുന്നത്. അതേപോലെയാണ് ലിറ്റിൽ ഗ്രെയിൻസ് ഓഫ് സാൻഡ്, ഓരോ തരി മണ്ണ് അല്ലെങ്കിൽ ഓരോ തരി മണൽ ചേർന്നാണ് പ്ലസന്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ലാൻഡ് ഉണ്ടായിരിക്കുന്നത്. ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, ലിറ്റിൽ ആക്ട് ഓഫ് കൈൻഡ്നെസ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് എപ്പോഴും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുക. ഒരിക്കലും ദേഷ്യത്തോടോ എനിമിറ്റിയോടെയോ ഒരാളോട് സംസാരിക്കാതിരിക്കുക. അതേപോലെ കൈൻഡ്നെസ്, കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദയ. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനോടും ഒരു ദയ അല്ലെങ്കിൽ എമ്പതി വേണം. നമ്മുടെ മുന്നിലിരുന്നിട്ട് ഏതെങ്കിലും ജീവിയോ ഏതെങ്കിലും ഒരാളോ ബുദ്ധിമുട്ടി വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ അത് മൈൻഡ് ചെയ്യാണ്ട് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ പിന്നെയും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. എപ്പോഴും അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് അവരോട് കൈൻഡ് ആയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. ലിറ്റിൽ ഡീഡ്സ് ഓഫ് വാംത്, ഓരോ നല്ല പെരുമാറ്റവും പ്രവൃത്തിയും ആക്ഷനും, അതൊക്കെയാണ് സ്പ്രെഡ് സ്മൈൽസ് ആൻഡ് ഹാപ്പിനെസ്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നല്ല ചിരിയും ഹാപ്പിനെസ്സും പടർത്തുന്നത്. അപ്പൊ എന്താ ഇതിൽ പറയുന്നത്? നമ്മളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളായാലും ജീവികളായാലും എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെങ്കിൽ നമ്മളുടെ പെരുമാറ്റം നല്ലതായിരിക്കണം. നമ്മൾ ഒരാള് മോശമായിട്ട് പെരുമാറുന്ന ആളാണെങ്കിലോ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ആർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ന്യൂ വേർഡ്സ്. മൈറ്റി നമ്മൾ പറഞ്ഞു, വെരി സ്ട്രോങ്, പവർഫുൾ. പ്ലസന്റ്, നൈസ് ഓർ എൻജോയബിൾ. കൈൻഡ്നെസ്, ദയ, നമ്മൾ അവരോട് കൈൻഡ് ആയിരിക്കണം, വളരെ ദയോടെ. ബീയിങ് നൈസ് ആൻഡ് ഹെൽപ്ഫുൾ ടു അതേഴ്സ്. പീസ്ഫുൾ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഓഷ്യൻ, ഓഷ്യൻ എന്ന് പറഞ്ഞാൽ കടലാണ്. സേ all the words that come to your mind when you think of the word water. ഞാൻ നിങ്ങളോട് പറയാം വാട്ടർ, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെ കാര്യങ്ങളാ പോകുന്നത്? ഒരാൾ വെള്ളം എന്ന് പറയുമ്പോൾ മേ ബി റെയിൻ, മേ ബി ഓഷ്യൻ, മേ ബി റിവർ, ലേക്ക്. ഇനി അതും അല്ലെങ്കിൽ ആ വെള്ളം, ഓ എനിക്ക് കുടിക്കണമല്ലോ, ഡ്രിങ്ക്. ഐസ്, വെള്ളം കട്ടയായിട്ടാണ് ഐസായി മാറുന്നത്. വെള്ളത്തിൽ സ്വിം ചെയ്യാൻ പറ്റും, ദാഹം ഓർമ്മ വരും. ഇതല്ലാതെ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പോയിന്റ്സാ ഓർമ്മ വരുന്നത് അതൊക്കെ ഇവിടെ നോട്ട് ചെയ്യാം. We all use water for many things. Discuss about it in the class. നമ്മളെല്ലാവരും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം യൂസ് ചെയ്യല്ലോ. നിങ്ങൾ എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാ വെള്ളം യൂസ് ചെയ്യുന്നത്? നമുക്ക് കുറച്ച് യൂസസ് ഓഫ് വാട്ടർ ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. We use water for drinking, cooking, cleaning, bathing, gardening, etc. അല്ലേ? എക്സെട്രാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇവിടെ തീരുന്നില്ല, ഗാർഡനിങ്ങോടെ നിന്നില്ല, ഇനിയും കുറേ യൂസുകളുണ്ട്, അതുകൊണ്ടാണ് എക്സെട്രാ. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഓരോ പിക്ചറിലും എന്താ കാണുന്നതെന്ന് എഴുതണം. നമുക്ക് ആദ്യത്തെ പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറാ. ഇതിന്റെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഒന്ന് പകലാണ്, ഒന്ന് രാത്രിയാണ്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിനെ പറ്റി നമുക്ക് ഇങ്ങനെ നോക്കാം.
ഫസ്റ്റ് പിക്ചർ ഇസ് ഓഫ് ഡേ ടൈം. ഇത് ഡേ ടൈമിലെ പിക്ചർ ആണല്ലേ. ദ സീൻ ഇസ് ബ്രൈറ്റ് ആൻഡ് സണ്ണി. ഈ ഒരു ചിത്രം നല്ല ബ്രൈറ്റുമാണ് സണ്ണിയുമാണ്. ചിൽഡ്രൻ ആർ എൻജോയിങ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അവര് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എ ബോയ് ഈസ് ഫ്ലൈയിങ് കൈറ്റ്. ഉണ്ടോ, ഈ ഒരു ബോയ് കൈറ്റ് ഫ്ലൈ ചെയ്യാണ്. എ ഗേൾ ഈസ് പ്ലേയിങ് വിത്ത് എ ബോൾ. ടു കിഡ്സ് ആർ സിറ്റിംഗ് ബൈ ദ വാട്ടർ. വൺ ചൈൽഡ് ഈസ് റീഡിങ് എ ബുക്ക്. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഇനിയും പല പല കാര്യങ്ങളുണ്ട്. ഈ ഡോഗിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ട്രീനെ പറ്റി പറഞ്ഞിട്ടില്ല, ഇതിന്റെ ബാക്കിലെ ബിൽഡിങ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല, പിന്നെ ഈ കുട്ടി മീൻ പിടിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് പിക്ചർ. ദ സെക്കൻഡ് പിക്ചർ ഇസ് ഓഫ് നൈറ്റ് ടൈം. ദ മൂൺ ഇസ് ഷൈനിങ്. ഇതിൽ നേരത്തെ സൺ ആയിരുന്നു, ഇവിടെ മൂൺ ഉണ്ട്. ദർ ആർ സ്റ്റാർസ് ഇൻ ദ സ്കൈ. എ കാർ ഇസ് പാർക്ക്ഡ് ഓൺ ദ സ്ട്രീറ്റ്. A security person is working outside a house. Inside the house people are sleeping. കണ്ടോ, ഉള്ളിൽ ആൾക്കാർ കിടന്നുറങ്ങുകയാണ്. ഇതേപോലെ ഇനിയും നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാം കേട്ടോ. ലിസൺ ടു ദ ഡയറക്ഷൻസ് ആൻഡ് ഫിൽ ദ കളേഴ്സ്. ഈ പിക്ചേഴ്സ് നിങ്ങൾ ഇത് ക്ലാസ്സിൽ കളർ ചെയ്യേണ്ട പിക്ചറാണ്. നിങ്ങളുടെ ടീച്ചർ പറയും പെയിന്റ് ബേർഡ്സ് അല്ലെങ്കിൽ പെയിന്റ് വാൾസ് അങ്ങനെ പറയും. ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ വാളും ബേർഡിനെയും ഒക്കെ പെയിന്റ് ചെയ്യാം. ഡ്രോ വൺ തിങ് യു ഫീൽ വുഡ് ഹെൽപ്പ് us മേക്ക് അവർ എർത്ത് മോർ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മുടെ എർത്തിനെ ഭംഗിയാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണോ ഓർമ്മ വരുന്നത് അത് ഇതേപോലെ ഭംഗിയുള്ള ചിത്രമായിട്ട് വരയ്ക്കാം. ബട്ടർഫ്ലൈസ്, ഫ്ലവേഴ്സ്, നല്ല ട്രീസ്, അങ്ങനെ നമ്മുടെ എർത്ത് എങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ആവും, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ബ്യൂട്ടിഫുൾ ആവും, അതൊക്കെ ഓർത്ത് ഒരു ചിത്രമായിട്ട് വരയ്ക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. Match words in the column A with words in the column B and complete the phrases from the poem. Grains of എന്തായിരുന്നു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്? grains of sand. Drops of water. Deeds of kindness. Words of love. ഇനി നിങ്ങൾക്കിത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ മാച്ച് ദ ഫോളോയിങ് കറക്റ്റായിട്ട് ചെയ്യാം. In the poem, we talked about drops of water. We use the word drops with the liquid. എന്താണ് ലിക്വിഡ്? ലിക്വിഡ്, വെള്ളം ഒരു ലിക്വിഡ് ആണ്. എന്നാൽ സ്റ്റോൺ ഒരു ലിക്വിഡ് അല്ല. അപ്പൊ വെള്ളം പോലെ ഇരിക്കുന്ന വെള്ളം, ടീ, കോഫി, ഓയിൽ, ജ്യൂസ്, അതൊക്കെ ലിക്വിഡ് ആണ്. എല്ലാം ഒരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. സർക്കിൾ ദ വേർഡ്സ് ഫോർ വിച്ച് യു ക്യാൻ യൂസ് ഡ്രോപ്സ് ഓഫ്. ഇവിടെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനൊക്കെയാണ് നമുക്ക് ഡ്രോപ്സ് എന്ന് യൂസ് ചെയ്യാൻ പറ്റുക? അത് ലിക്വിഡിനാണ് യൂസ് ചെയ്യുക. ഇതിൽ ഏതൊക്കെയാണ് ലിക്വിഡ് എന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഡ്രോപ്സ് ഓഫ് ബ്രെഡ് ശരിയാണോ? അല്ല. ഡ്രോപ്സ് ഓഫ് ക്യാരറ്റ് നോ, ബട്ട് ഡ്രോപ്സ് ഓഫ് ജ്യൂസ് കറക്റ്റ് ആണ്. പിന്നെ ഡ്രോപ്സ് ഓഫ് മിൽക്ക്, ഡ്രോപ്സ് ഓഫ് വാട്ടർ, ഡ്രോപ്സ് ഓഫ് കോട്ടൺ ശരിയാണോ? നോ. ഡ്രോപ്സ് ഓഫ് ഓയിൽ, സോൾട്ടും റൈസും ലിക്വിഡ് അല്ല. Fill in the blanks, choosing the words from the box. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ഫിൽ ചെയ്ത് കൊടുക്കാം. A dash of milk. Bag, tube, cup, box. എന്താ എടുക്കുക? A cup of milk. ഇനി a dash of bread. ഇവിടെ ഉണ്ടല്ലേ? A slice of bread. A dash of toothpaste. A tube of toothpaste. A dash of pencil. A box of pencil. A dash of clothes. A bag of clothes. Rearrange the words to form proper sentences in the given space. Remember to begin the sentence with a capital letter and end with a full stop. One has been done for you. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസുകളൊക്കെ റോങ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിലും വേർഡ്സ് ഒക്കെ ഷഫിൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. രാഘവ് ബുക്ക് ടുക്ക് ഹിസ്. ഇത് കറക്റ്റ് ഓർഡറിലാണോ ഉള്ളത്? അല്ല. രാഘവ് ടുക്ക് ഹിസ് ബുക്ക്, അതാണ് കറക്റ്റ്.
ഇനി നമ്മൾ ഏതൊരു സെന്റൻസ് എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അവസാനം ഒരു ഫുൾ സ്റ്റോപ്പും കൊടുക്കണം. പേര് രാഘവ് എന്നുള്ള പേര് സ്റ്റാർട്ടിങ്ങിലല്ല, അത് മിഡിൽ എവിടെയെങ്കിലും ആണ് വന്നതെങ്കിലും അതിന് ആർ ക്യാപിറ്റൽ ആയിരിക്കണം. കാരണം ഒരു പേര് ഒരു സിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരാളുടെയോ അങ്ങനെ പേരുകൾ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ വേണം എഴുതാൻ. നമുക്ക് സെക്കൻഡ് നോക്കാം. വെൻഡ് റമോന സ്കൂൾ ടു. കറക്റ്റ് ആണോ? റമോന വെൻ ടു സ്കൂൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് ക്യാപിറ്റൽ ആണ്, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ദേ വെയറിംഗ് ആർ ബ്ലാക്ക് ബോത്ത് ഷൂസ്. എന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഇല്ല. ദേ ബോത്ത് ആർ വെയറിംഗ് ബ്ലാക്ക് ഷൂസ്. അവര് രണ്ടുപേരും ബ്ലാക്ക് ഷൂസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ദേ ടി ക്യാപിറ്റൽ ആണ്, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. വെരി ദീസ് ബ്യൂട്ടിഫുൾ ആർ ബട്ടർഫ്ലൈസ്. ദീസ് ബട്ടർഫ്ലൈസ് ആർ ബ്യൂട്ടിഫുൾ, ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ടുണ്ട്. മോട്ടി ഗോ ഫോർ എ വാക്ക് ടു ലൈക്സ്. മോട്ടി ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. മോട്ടിയാണോ മോത്തിയാണോ എന്നറിയില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. മങ്കി took the naughty away banana. The naughty monkey took away the banana. Project work. Ask people at home to allow you to touch and feel the following things in the kitchen. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ ഓരോ സാധനങ്ങളുടെയും പേര് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പേരൻസിൻ്റെ അടുത്ത് പറയണം, എൻ്റെ അടുത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ തൊട്ട് നോക്കി ഫീൽ ചെയ്യാൻ വേണ്ടി. എനിക്കൊരു ബനാന തരൂ, ഞാൻ ബനാന ഒന്ന് ടച്ച് ചെയ്ത് നോക്കട്ടെ എന്ന് പറയണം. ഓക്കെ, ബനാന മാത്രമല്ല സോൾട്ട് എടുത്തിട്ട് ടച്ച് ചെയ്ത് നോക്കണം. സോൾട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം. ഓയിൽ, പിന്നെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടി ഉണ്ടാക്കില്ലേ, ധാന്യങ്ങളുടെ പൊടി, അതാണ് ഫ്ലോർ. അല്ലെങ്കിൽ മൈദ ആട്ട പൊടിയാണ് ഫ്ലോർ. ഷുഗർ പഞ്ചസാര, റൈസ് അരി, വീറ്റ് ഗോതമ്പ്. അപ്പൊ ഇതൊക്കെ വീട്ടിലുണ്ടാവും. ഇത് അമ്മയോട് പറഞ്ഞ് എല്ലാം എടുത്തു തരാൻ പറയണം. എന്നിട്ട് ചെറുതായിട്ട് ടച്ച് ചെയ്ത് നോക്കി എങ്ങനെ ഇതിരിക്കുന്നു മനസ്സിലാക്കണം. ചൂസ് എനി വൺ ദാറ്റ് സീംസ് ഗ്രെയിനി, ബ്രിങ് ഇറ്റ് ടു ദ ക്ലാസ് നെക്സ്റ്റ് ഡേ. ഗ്രെയിൻസ് ആയിട്ട്, ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ തരികളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കാം. അത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് അതിൽ കുറച്ചെടുത്തിട്ട് ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ചെയ്യില്ലേ? അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.